നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇന്ന് കഴിഞ്ഞ ദിവസം നടന്നൊരു കാര്യം ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. യെസ്റ്റർഡേ ഐ മെറ്റ് എ പാമിസ്റ്റ് ഇൻ എ റാൻഡം പ്ലേസ്. ഇന്നലെ ഞാനൊരു പാമിസ്റ്റിനെ കണ്ടു. കൈനോട്ടക്കാരനെ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് പാമിസ്റ്റ്. ഇപ്പോൾ ആ പ്ലേസിൻ്റെ പേര് പറയാൻ നമുക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് അല്ല അത്. ഇന്ന സ്ഥലം എന്ന് പറയേണ്ടതില്ലെങ്കിൽ നമുക്ക് പറയാം ഇൻ എ റാൻഡം പ്ലേസ്. യെസ്റ്റർഡേ ഐ മെറ്റ് എ പാമിസ്റ്റ് ഇൻ എ റാൻഡം പ്ലേസ്. മൈ ഹസ്ബൻഡ് ആൻഡ് ഐ were sitting quietly when this man suddenly approached us. അവിടെ ശ്രദ്ധിച്ചോ, മൈ ഹസ്ബൻഡ് ആൻഡ് ഐ. നമ്മൾ അവനും ഞാനും അല്ലെങ്കിൽ അവളും ഞാനും ആ രീതിയിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും ഐ എന്നുള്ളത് സെക്കൻഡായിട്ടാണ് പറയുക, അല്ലാണ്ട് ഐ ആൻഡ് മൈ ഹസ്ബൻഡ് എന്നല്ല പറയുക. മൈ ഹസ്ബൻഡ് ആൻഡ് ഐ were sitting quietly. അപ്പോഴാണ് എന്ത് സംഭവിച്ചത്? When this man suddenly approached us. Without any hesitation, he looked straight at me and said, നമ്മൾ രണ്ടുപേരാണ് ഇരിക്കുന്നത്. ഇങ്ങേര് ഒരു മടിയും കൂടാതെ എന്നെ തന്നെ നേരെ നോക്കി എന്നോട് പറഞ്ഞു, ലെറ്റ് മീ റീഡ് യുവർ പാം. ഐ വിൽ ടെൽ യു എവറിത്തിങ് അബൌട്ട് യുവർ സെൽഫ്. ഇവിടെ നമ്മൾ കൈ നോക്കുന്നതിനെ അല്ലെങ്കിൽ നോക്കി പറയുന്നതിനെ നമ്മൾ പറയാം റീഡ് ദ പാം എന്നാണ് പറയാം. ലുക്ക്, സീ അങ്ങനെയൊന്നല്ല പറയാം. ലെറ്റ് മീ റീഡ് യുവർ പാം ആൻഡ് ഐ വിൽ ടെൽ യു എവറിത്തിങ് അബൌട്ട് യുവർ സെൽഫ്. അവിടെ എബൌട്ട് യു എന്ന് പറഞ്ഞാൽ പോരെ എന്ന് നമുക്ക് സംശയം തോന്നാം. പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെ പറയുന്നത് ഒരു കറക്റ്റായിട്ടുള്ള രീതിയല്ല, ഒരു നാച്ചുറൽ ഫ്രേസ് അല്ല അത്. അവിടെ എബൌട്ട് യുവർ സെൽഫ്. ഐ വാസ് ടേക്കൺ എ ബാക്ക്. ഞാൻ പെട്ടെന്ന് ഒന്ന് വല്ലാതായി. എന്താണിങ്ങനെ? അതായത് പെട്ടെന്ന് ഒരാൾ നമ്മളെ അപ്രോച്ച് ചെയ്തിട്ട് അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളൊന്ന് പതറും അല്ലേ? നോട്ട് ജസ്റ്റ് ബൈ ഹിസ് കോൺഫിഡൻസ് ബട്ട് ഓൾസോ ബൈ ഹിസ് അപ്പിയറൻസ്. അയാളുടെ ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് മാത്രമല്ല അങ്ങനെ സംഭവിച്ചത്, അയാളുടെ ഒരു അപ്പിയറൻസും അതുപോലെ ആയിരുന്നു. എന്താ കാരണം? ഹീ ഹാഡ് എ ഹ്യൂജ് മുസ്താഷ് ആൻഡ് എ ലോങ് സാൾട്ട് ആൻഡ് പെപ്പർ ബിയർഡ് ദാറ്റ് റീച്ച് ഡൗൺ ടു ഹിസ് സ്റ്റൊമക്ക്. അയാൾക്ക് വലിയൊരു മീശയുണ്ടായിരുന്നു, ഒരു കൊമ്പം മീശ എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു മീശയുണ്ടായിരുന്നു. അതുമാത്രമല്ല, അങ്ങേരുടെ താടി, ബിയേർഡ്, മീശ എന്ന് പറയുന്ന മുസ്താഷ്, അത് മീശ. അതേപോലെ ലോങ് സാൾട്ട് ആൻഡ് പെപ്പർ ബിയേർഡ് എന്ന് പറഞ്ഞാൽ, സാൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞാൽ കുറച്ച് വൈറ്റും കുറച്ച് ഗ്രേയും കലർന്ന ഒരു ബിയേർഡ്, താടി. എവിടെ വരെ ഉണ്ടായിരുന്നു? റീച്ച് ഡൗൺ ടു ഹിസ് സ്റ്റൊമക്ക്. വയറ് വരെ നീണ്ടു കിടക്കുന്ന ഒരു നീളമുള്ള താടി. അങ്ങനെയുള്ള ആളുകൾ പൊതുവെ കാണൽ നമ്മൾ കുറവായിരിക്കും. അതുമാത്രോ, ഹിസ് വോയിസ് വാസ് റഫ് യെറ്റ് സ്ട്രോങ് വിത്ത് എ കമാൻഡിങ് ടോൺ. സാധാരണ ഒരു ബിസിനസ് ചെയ്യാൻ വരുന്ന ആളെങ്ങനെയായിരിക്കും? കുറച്ച് പൊളൈറ്റായി, അവരുടെ കാര്യം നടക്കണമല്ലോ, അപ്പോൾ ആ രീതിയിലായിരിക്കും അപ്രോച്ച് ചെയ്യുക. പക്ഷേ ഇയാൾ നേരെ തിരിച്ചായിരുന്നു. നമുക്ക് വേണ്ടി എന്തോ ചെയ്തു തരാൻ വരുന്ന ആ ഒരു രീതിയിലായിരുന്നു ആളുടെ അപ്രോച്ച്. ഭയങ്കര റഫായിട്ടുള്ള സൗണ്ടും എന്നാൽ ഭയങ്കര സ്ട്രോങ്, ഒരു കമാൻഡിങ് ടോണായിരുന്നു അതിന്. സോ ഡെഫിനറ്റ്ലി നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചാലും ഒന്ന് ശ്രദ്ധിക്കും. യു പേ അറ്റൻഷൻ വെദർ യു വാണ്ടഡ് ടു ഓർ നോട്ട്. ദർ വാസ് സംതിങ് ഇൻറ്റൻസ് അബൌട്ട് ഹിം. ഹി ഡിഡ്ന്റ് ഹാവ് എ കൈൻഡ് ഫേസ് ആൻഡ് ഹിസ് എക്സ്പ്രഷൻ വാസ് ഷാർപ്പ്. ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിലല്ല, എങ്കിലും ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് നോട്ട് വാം ഈദർ. തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കുന്ന എന്തോ ഒന്ന് ആ വ്യക്തിയിലുണ്ടായിരുന്നു. ഐ സാറ്റ് ദർ ക്യൂരിയസ് ആൻഡ് എ ലിറ്റിൽ കോഷ്യസ്, വണ്ടറിങ് വാട്ട് ഹി മൈറ്റ് സേ നെക്സ്റ്റ്. അങ്ങേരെ എന്താണ് ഇനി പറയാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര ജിജ്ഞാസയുണ്ടായിരുന്നു. അതേപോലെ ഒന്ന് അലർട്ടോ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് പറയാനോ അല്ലെങ്കിൽ എഴുതാനോ ശ്രമിച്ചാൽ നമുക്ക് ലാംഗ്വേജ് തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും.